remaining part of the sentence. So far as sentence is concerned, especially for the convenience of the study of the reported speech, it can be broadly classified into four. അപ്പോൾ സെന്റൻസിനെ പ്രധാനമായിട്ടും റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ പഠന സൗകര്യാർത്ഥം നാലായി തിരിക്കാം. ആ 4 ടൈപ്പ് സെന്റൻസുകൾ ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് അഫർമേറ്റീവ്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. ഒരു സെന്റൻസ് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് മനസ്സിലാക്കാനായിട്ട് സബ്ജക്റ്റ് കൊണ്ട് സെന്റൻസ് ആരംഭിക്കും, വെർബ് ഉണ്ടായിരിക്കും, ഫുൾ സ്റ്റോപ്പിലായിരിക്കും അവസാനിക്കുക. ഇമാതിരി സെന്റൻസുകളെ അഫർമേറ്റീവ് സെന്റൻസ് എന്ന് പറയും. ഈ സ്റ്റേറ്റ്മെന്റിലെ ഈ പ്രസ്താവനകളായിരിക്കും. രണ്ടാമത്തെ ടൈപ്പ് സെന്റൻസ് ഇന്ററോഗേറ്റീവ് ആണ്. ഇന്ററോഗേറ്റീവ് സെന്റൻസുകളിൽ അതിനെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ചോദ്യങ്ങളായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ക്വസ്റ്റ്യൻ മാർക്ക് കാണും. നാച്ചുറലി ഇറ്റ് ഹാസ് എ ക്വസ്റ്റ്യൻ മാർക്ക്. സോ ഫാർ ക്വസ്റ്റ്യൻസ് ആർ കൺസേൺഡ്, അപ്പൊ ക്വസ്റ്റ്യൻസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ there are 2 kinds of questions. രണ്ട് രീതിയിലെ ഡിവൈഡ് ചെയ്യാം. They are yes or no questions first. ചോദിച്ചാൽ നമുക്ക് യെസ് അല്ലെങ്കിൽ നോ എന്ന ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. സെക്കൻഡ് വരുന്നത് ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻസ് രണ്ടാമത് വരുന്നു. അതായത് ക്വസ്റ്റ്യൻ വേർഡ്സ് ആയ ഹു, വിച്ച്, വെൻ, വാട്ട്, ഹൗ മുതലായ ക്വസ്റ്റ്യൻ വേർഡ്സിൽ വരിക. നെക്സ്റ്റ് തേർഡ് നമ്പർ, മൂന്നാമത്തെ കാറ്റഗറിയിൽ വരുന്നത് ഇംപെറേറ്റീവ് ആണ്. ഇംപെറേറ്റീവ് സെന്റൻസുകളെല്ലാം ഒരു ഓർഡർ ആകാം, അല്ലെങ്കിൽ റിക്വസ്റ്റ് ആകാം, അല്ലെങ്കിൽ കമാൻഡ് ആകാം, ആജ്ഞ അല്ലെങ്കിൽ അപേക്ഷയാകാം. ഒരു സെന്റൻസ് ഇംപെറേറ്റീവ് ആണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ആ സെന്റൻസ് ആരംഭിക്കുന്നത് വെർബിലായിരിക്കും. വെർബിൽ ആരംഭിക്കുന്ന സെന്റൻസുകളെ ഇംപെറേറ്റീവ് സെന്റൻസ് എന്ന് പറയാം. ഇതിന്റെ ലാസ്റ്റ് വൺ, അവസാനത്തെ നാലാമത്തത് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. ഇറ്റ് എക്സ്പ്രസസ് ദ സ്ട്രോങ് ഫീലിംഗ്സ് ഓഫ് അവർ മൈൻഡ്. അവിടെ മനസ്സിലെ വലിയ വികാരങ്ങളെ പ്രകടിപ്പിക്കുന്നവയാണ്. ദാറ്റ് എൻഡ്സ് ഇൻ ആൻ എക്സ്ക്ലമേഷൻ മാർക്ക്. ആശ്ചര്യചിഹ്നത്തിൽ അവസാനിക്കുന്നു. So these are the 4 kinds of sentences, especially for the study of the reported speech. ഇത് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. സെന്റൻസിനെ തെരഞ്ഞെടുത്തല്ല പറയുന്നത്. ഈ രീതിയിൽ റിപ്പോർട്ടഡ് പഠനസൗകര്യാർത്ഥം സെന്റൻസിനെ നാലായി തിരിക്കാം. For the convenience of the study of the reported speech, sentence can be broadly classified into 4. They are first affirmative sentence or statements. In order to understand the given sentence is an affirmative one, it should begin with the subject. There should be the verb also, and ends in full stop. For example, we can take the sun rises in the east. Sun subject, rises verb, then ends in full stop. This is an example for statement or this affirmative sentence. Second type of sentence is interrogative sentence.
otherwise known as questions. So naturally it has a question mark. So far as questions are concerned, there are two kinds of questions. They are when a question is asked, we get the answer yes or no for that. For example, is it real? Is it real? എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ we get an answer yes or no. Yes, it is real, or no, it is not real. Then question word question ആകുമ്പോഴത്തേക്കും WH questions നമ്മൾ പറയും. പക്ഷെ എല്ലാം WH ആണെന്നില്ല. ഹൗവിൽ ആരംഭിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, how old are you? How old are you? If such a question is asked, we do not get any yes or no for that answer. How old are you? Then it is the questions beginning with the question word. So questions are concerned, there are two kinds of questions. They are first yes or no questions and second question word questions. Third type of sentence is imperative. All imperative sentences will be either an order or a request. Imperative sentenceകളെല്ലാം ഒന്നുകിൽ ആജ്ഞ അല്ലെങ്കിൽ അപേക്ഷയായിരിക്കും. And the sentence should begin with the verb. Sentence ആരംഭിക്കുന്നത് വെർബിലായിരിക്കും. വെർബിലാരംഭിക്കുന്ന ഏത് സെന്റൻസും ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്. ഫോർ എക്സാമ്പിൾ, കം ഹിയർ, ഗോ ദെയർ. കമാൻഡ് ആകാം, റിക്വസ്റ്റ് ആകാം, ഏത് രീതിയിലും നമുക്ക് ഇത്തരം സെന്റൻസുകളെ പറയാം. പ്ലീസ് കം ഹിയർ ഓർ കം ഹിയർ എന്ന നമുക്ക് അതിനെ പറയാവുന്നതാണ്. Go there. Come here, go there, for example. So all imperative sentences should either an order or a request. And the imperative sentence should begin with what? Verb. Verbal ആരംഭിക്കുന്നു imperative sentence. For example, come here, go there. ഇതെല്ലാം വെർബിൽ ആരംഭിക്കുന്ന സെന്റൻസുകളാണ്. Then the last type of sentence is exclamatory sentence, which ends in an exclamation mark, which expresses the strong feelings of our minds. നമ്മുടെ മനസ്സിലെ വലിയ വികാരങ്ങളെ പ്രകടിപ്പിക്കുന്ന സെന്റൻസുകളാണ് exclamatory sentence. That ends in an exclamation mark. ആശ്ചര്യത്തിൽ അത് അവസാനിക്കുകയാണ്. That expresses the exaggerated ideas. അതിശയോക്തി നിറഞ്ഞ ആശയങ്ങളെയാണ് അത് പ്രകടിപ്പിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, how clever you are. നീ എത്ര ബുദ്ധിമാനാണ്. How clever you are is an example for exclamatory sentence. Like that, what a pity. എന്ത് ദയനീയത. ഇത്തരം സെന്റൻസുകളെല്ലാം പ്രധാനമായിട്ടും കാണിക്കുന്നത് എക്സ്ക്ലമേറ്ററി ആണ്. So, this especially for the convenience of the study of the reported speech. ഇതൊക്കെ തന്നെയും റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ പഠന സൗകര്യാർത്ഥമാണ് നമ്മൾ നാലായി തിരിക്കുന്നത്. അല്ല സെന്റൻസിനെ നാലായി തിരിക്കുകയല്ല ചെയ്യുന്നത്.
Especially for the convenience of the study of the reported speech, sentence can be broadly classified into four. They are first affirmative or statement, second interrogative or questions, third imperative or order or request, the last one that is exclamatory.